വളരെ ഗൗരവമായ അതീവ ഗുരുതരമായ ഒരു കാര്യമാണ് മണിയൻ പിള്ള രാജു ചെയ്തിരിക്കുന്നത്. മലയാളിക്ക് അറിയേണ്ടത് മണിയൻ പിള്ള രാജുവിൻ്റെ ലൈസൻസ് ഗണേഷ് റദ്ദ് ചെയ്യുമോ, മണിയൻ പിള്ള രാജുവിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ശിക്ഷ കൊടുക്കുമോ? ഗണേഷ് വലിയ വായിൽ വർത്തമാനം പറയുന്ന മന്ത്രിയാണ്. വളരെ വലിയ വായിൽ വർത്തമാനം പറയും. ഞാൻ നിയമം നോക്കും, ഞാൻ അപ്പടി ചെയ്യും ഇപ്പടി ചെയ്യും. സാധാരണക്കാരൻ്റെ മണ്ടയിൽ കയറാൻ, സാധാരണക്കാരനൊരു ലൈസൻസ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മണ്ടയിൽ കയറി മേയാൻ വലിയ കൗതുകമുണ്ട്. 10 പ്രാവശ്യം പിടിക്കും, 10ാമത്തെ പ്രാവശ്യം ലൈസൻസ് ക്യാൻസൽ ചെയ്യും. എന്തൊക്കെ ബഹളമാണ് ഉണ്ടാക്കുന്നത് ഈ നമ്മുടെ ഗണേഷ്. ആ ഗണേഷിനോടാണ് ചോദ്യം. ഗണേഷെ, രാജുവിൻ്റെ ലൈസൻസ്, മണിയൻ പിള്ള രാജുവിൻ്റെ ലൈസൻസ് റദ്ദ് ചെയ്യുമോ? ഗണേഷിനോടാണ് ചോദ്യം. രണ്ടാമത് ആഭ്യന്തര വകുപ്പ് പറയേണ്ട ഒരു ഉത്തരം, ഗണേഷ് ചെയ്ത അതീവ ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്, അതിന് രാജുവിനെ അറസ്റ്റ് ചെയ്ത് ശിക്ഷയ്ക്ക് വിധേയമാക്കുമോ? കോടതിയോടാണ് മൂന്നാമത്തെ ചോദ്യം. നിങ്ങൾ ഈ കേസിനെ ലാഘവത്തോടു കൂടിയായിരിക്കുമോ കാണുന്നത്? ഒരു സെലിബ്രിറ്റിക്കുള്ള ആനുകൂല്യം കൊടുക്കുമോ? വണ്ടി അങ്ങോട്ട് വന്നിടിച്ചെങ്കിലും ഇങ്ങോട്ട് വന്നിടിച്ചെങ്കിലും മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കണ്ണെത്തുന്ന ദൂരത്താണ് ട്രിവാൻഡ്രം ക്ലബ്ബ്. ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് നീട്ടി വിളിച്ചാൽ നേരെ DGP ഓഫീസിലെത്തും, സിറ്റി കമ്മീഷൻ ഓഫീസിലെത്താം, മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്താം. എന്തുകൊണ്ട് രാജു രാത്രിയിൽ അങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടായെങ്കിൽ വണ്ടി വിട്ടുപോയി, ശരി, അവിടെ നിർത്തിയില്ല, പേടിച്ച് നിർത്താൻ പറ്റില്ല, ഡ്രൈവർമാർക്ക് അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് ഓടിക്കുമ്പോൾ, നമ്മൾ കാർ ഓടിക്കുന്നതിൽ വിട്ടുപോയി, നേരെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല? തീർച്ചയായും അവിടെ കൊണ്ടുപോയി വണ്ടി റിപ്പോർട്ട് ചെയ്ത് ഒന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് പോയാൽ രാജു സേഫ്. അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, വീട്ടിൽ പോയതിന് ശേഷം വീട്ടിലെ കോളിംഗ് ബെല്ലടക്കം ഓഫ് ചെയ്തിട്ടിട്ട് കിടന്നുറങ്ങി, വീട്ടിൽ ആളില്ലാതെ, അത് അപ്പം വേറെ എവിടെയോ പോയി എന്നാണ് അർത്ഥം. പോലീസ് 2 പ്രാവശ്യം അവിടെ പോയെന്നാണ് പറയുന്നത്. രാത്രി തന്നെ പോലീസ് ഇത് മനസ്സിലാക്കി 2 പ്രാവശ്യം അവിടെ ചെന്നു. രാത്രി CCTV നോക്കാൻ കഴിഞ്ഞില്ല പോലീസിന്, രാവിലെ അവർ നോക്കി. ഇതിനിടയിൽ മണിയൻ പിള്ള രാജു നട്ടാൽ കുരുക്കാത്തൊരു നുണ പറഞ്ഞു, പച്ചക്കള്ളം പറഞ്ഞു. എങ്ങനെയാണ് രാജുവിനെ പോലെ ഒരാളിന് ഇത് കഴിയുന്നത്? 2 ദിവസം മുമ്പാണ് 24 ചാനൽ, ശ്രീകണ്ഠൻ നായരുടെ ചാനലിൽ വന്നിരുന്ന് ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സത്യസന്ധമായ ജീവിതത്തെക്കുറിച്ച് മെഴുകി മരിച്ചത്. 2 ദിവസമായിട്ടുള്ളൂ മണിയൻ പിള്ള രാജു എന്ന് പറയുന്ന ആളിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്, നല്ല നടനാണ്, മിടുക്കനാണ്. പക്ഷേ രാജു എന്ന നടനോട് വലിയ സ്നേഹമാണ്, ബഹുമാനമാണ്. മണിയൻ പിള്ള രാജു എന്ന വ്യക്തിയോടും അദ്ദേഹം കാണിച്ച പ്രവൃത്തിയോടാണ് നമ്മുടെ ചാനലിന് എതിർപ്പ്. മറ്റൊന്നും എതിർപ്പൊന്നുമില്ല. ഇപ്പോഴും അയാളുടെ അദ്ദേഹത്തിൻ്റെ പടം വന്ന് നമ്മൾ ഇനിയും പോയി കാണും. നല്ല ഒരുപാട് റോളുകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്, വലിയ ഇഷ്ടമാണ് നമുക്ക്, വലിയ കാര്യമാണ് മണിയൻ പിള്ള രാജുവോട്. പക്ഷേ ഈ കാണിച്ചത് ശുദ്ധമായ അസംബന്ധമാണ്, തെമ്മാടിത്തരമാണ്. രാവിലെ ചാനലിൽ വന്നിട്ട് പറയുകയാണ്, ഞാൻ രാത്രി വിളിച്ചു SIയെ വിളിച്ചു, ലാൻഡ് ഫോണിലാണ് വിളിച്ചതെന്ന് പറയുന്നു. അങ്ങനെ ഒരു ഫോൺ കാൾ അവിടെ എത്തിയിട്ടില്ല എന്നാണ് SHO പറയുന്നത്. രാവിലെ 7:30ക്കാണ് വിളിച്ചത്, ഞാൻ 9:30ക്ക് സ്റ്റേഷനിലോട്ട് വരാം. മണിയൻ പിള്ള രാജുവിന് വേണ്ടിയിട്ടല്ലല്ലോ രാജു ഇവിടെ സ്റ്റേഷൻ തുറന്നു വച്ചിരിക്കുന്നതും ഈ നിയമ സംവിധാനമൊക്കെ. മണിയൻ പിള്ള രാജു ആക്സിഡൻറ്റ് നടന്നപ്പോൾ, ആര് അങ്ങോട്ട് ഇടിച്ചാലും ഇങ്ങോട്ട് ഇടിച്ചാലും ഇടി നടന്നപ്പോൾ മണിയൻ പിള്ള രാജു അതിനകത്തൊരു വിക്റ്റിമായി, ഒന്നുകിൽ വാദിയായി അല്ലെങ്കിൽ പ്രതിയായി, ഏതെങ്കിലും ഒരു തലത്തിലെത്തി. അപ്പോൾ പിന്നെ മണിയൻ പിള്ള രാജു സെലിബ്രിറ്റി മോഡ് മാറിയല്ലോ, നേരെ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണ്ടേ? അല്ല, ഇനി പറ്റിയെങ്കിൽ രാത്രി വീട്ടിലെത്തിയ ശേഷം രാത്രി വിളിച്ച് പറയണ്ടേ? പറഞ്ഞു എന്നല്ലേ പറഞ്ഞത്, രാവിലെ ചെല്ലാമെന്ന്. പോലീസ് നിഷേധിക്കുകയല്ലേ? ആ റിപ്പോർട്ടല്ലേ ഇനിയിപ്പോൾ കോടതി പോകാൻ പോകുന്നത്? എന്തുത്തരമായിരിക്കും രാജുവിന് പറയാനുണ്ടാവുക? അപ്പോൾ വളരെ കൃത്യമായി മണിയൻ പിള്ള രാജു ചാനലുകളോട് കള്ളം പറഞ്ഞിരിക്കുന്നു. കള്ളം പറഞ്ഞ വിവരം SHO റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, അത് മൊഴിയാകുന്നു, കോടതിയിൽ പോകുന്നു. ഇനി എന്തായിരിക്കും രാജുവിന് പറയാനുണ്ടാവുക? വളരെ ഗതികേടിലേക്കാണ് നമ്മുടെ സംവിധാനങ്ങൾ പോകുന്നത്. ഇനി ഞാൻ ഇതിനെ സംബന്ധിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തു. ട്രിവാൻഡ്രം ക്ലബ്ബിൽ അവിടെ മദ്യപിക്കാൻ അവസരമുണ്ട്, ഭക്ഷണം കഴിക്കാൻ അവസരമുണ്ട്, സുഖമായിരുന്ന് മദ്യം വെച്ച് ഭക്ഷണം കഴിക്കാം, ഭക്ഷണം കഴിച്ച് മദ്യപിക്കാം, ക്യാൻഡിൽ ലൈറ്റ് സംവിധാനമൊക്കെ ഉണ്ട്. ഞാൻ ഇത്രയും ആധികാരികമായിട്ട് പറയുന്നത്, ഞാൻ മദ്യപിക്കുന്ന ശീലമുള്ള ആളല്ല, ഇതുവരെ മദ്യപിച്ചിട്ടുമില്ല. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ വന്നിട്ട് സംസ്ഥാനത്ത് വന്നിട്ടുള്ള പല ഉദ്യോഗസ്ഥരും
മദ്യപാന ശീലമുള്ള ഉദ്യോഗസ്ഥരോട് ഇൻസ്പെക്ഷനൊക്കെ വരുമ്പോൾ അവർക്ക് വെള്ളം അടിക്കണം, രാത്രിയാകുമ്പോൾ വെള്ളം അടിക്കണം. പ്രത്യേകിച്ച് പല സംസ്ഥാനത്തു നിന്ന് വരുന്ന ഉദ്യോഗസ്ഥരാണ്, അവരെ കുറ്റം പറയേണ്ട, അവർ മദ്യപിക്കുന്നതിൽ തെറ്റില്ലല്ലോ. അപ്പോൾ മസ്കറ്റ് ഹോട്ടലിൽ പോവുക, അല്ലെങ്കിൽ ട്രിവാൻഡ്രം ക്ലബ്ബിൽ അറേഞ്ച് ചെയ്യാറുണ്ട്. അങ്ങനെ ഞാനും പോയി കൂടെ പോയിട്ടുണ്ട്, ഇരുന്നിട്ടുണ്ട്. ഞാൻ നന്നായി ജ്യൂസും ഭക്ഷണവും കഴിച്ചിട്ടുണ്ട്, മദ്യം കഴിച്ചിട്ടില്ല. അവർ മദ്യം കഴിച്ചു, തെറ്റൊന്നുമില്ല. അവർ എന്നിട്ട് പോകുന്നു, പിറ്റേന്ന് മീറ്റിംഗ് കഴിഞ്ഞ് അവർ തിരിച്ചു പോകുന്നു. ആരും അല്ല ഡ്രങ്കാടൊന്നുമല്ല, അല്ല മദ്യപിച്ച് കോലടിക്കുന്നവരൊന്നുമല്ല, മാന്യമായി മദ്യപിച്ച് പോകുന്നു. അത് ഉദ്യോഗസ്ഥർ അങ്ങനെയാണല്ലോ പലരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആംബിയൻസ് വളരെ വലുതാണ് അവിടെ. ആരും ആരോടും ഒരു ശബ്ദമില്ല, ബഹളമില്ല, മര്യാദയ്ക്കിരിക്കുന്നു, മദ്യപിക്കുന്നു, ഈ ഭക്ഷണമൊക്കെ കഴിക്കുന്നു, പോകുന്നു. എന്നോട് സിറ്റിയിൽ ഒരു ജോലി ചെയ്തിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു IPS ഓഫീസർ ഒരിക്കൽ എന്നോട് പറഞ്ഞു, മിസ്റ്റർ സുഭാഷ് ചന്ദ്രബോസ്, നിങ്ങളുടെ പേരെല്ലാം കൊള്ളാം, നിങ്ങൾ ആൾ മിടുക്കനാണ്, നന്നായി ക്ലാസ്സൊക്കെ എടുക്കുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, താങ്കൾ ഈ മദ്യത്തിനും മയക്കുമരുന്നിൻ്റെയൊക്കെ വർത്തമാനം പറഞ്ഞ് ഒരു ക്ലാസ്സിൽ വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ക്ലാസ്സിൽ അതേ ഉദ്ഘാടകനും ഞാൻ പ്രഭാഷകനുമായിരുന്നു. എല്ലാം കൊള്ളാം, പക്ഷേ ട്രിവാൻഡ്രം ക്ലബ്ബ് എന്ന് പറഞ്ഞത് അദ്ദേഹം മദ്യപിക്കത്തില്ല കേട്ടോ. ഓഫീസർ ട്രിവാൻഡ്രം ക്ലബ്ബിൽ എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്, അറിയാവോ? ഞാൻ സാർ കേട്ടിട്ടുണ്ട്, അറിയാം, ഞാൻ കൂടുതൽ അങ്ങോട്ട് പോയില്ല. അവിടെ സന്ധ്യയ്ക്ക് ശേഷം മദ്യപിച്ചിട്ട് പുറത്ത് പോകുന്ന സെലിബ്രിറ്റീസ്, ഹയർ ഒഫീഷ്യൽസ്, ബിസിനസ് മാഗ്നറ്റുകൾ, അങ്ങനെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം പോകുന്നവർ സ്വന്തമായി വാഹനം ഓടിച്ചാണ് പോകുന്നത്. മിക്കവാറും എല്ലാവരും മദ്യപിച്ചിട്ടാണല്ലോ പോകുന്നത്. ഭക്ഷണം കഴിക്കാൻ മാത്രമായി ട്രിവാൻഡ്രം ക്ലബ്ബിൽ ആരും വരാറില്ല, കാരണം അത്ര പോഷ് ഭക്ഷണം കിട്ടുന്ന സ്ഥലമല്ല, അതിന് മറ്റു ഹോട്ടലുകളിലൊക്കെ പോകും. അപ്പോൾ മദ്യം കൂടി കഴിക്കാനാണ് അവിടെ വരുന്നത് സമാധാനമായിട്ട്. അങ്ങനെ പുറത്തിറങ്ങുന്നവർ ബ്രീത്ത് അനലൈസർ അല്ലെങ്കിൽ ഈ ഊത്താമ്പെട്ടി ട്രിവാൻഡ്രം ക്ലബ്ബിൻ്റെ താഴത്തെ റോഡിൽ വച്ചുകൊണ്ടിരുന്നാൽ മണിയമ്പിള്ള രാജുമാരായിരിക്കും എല്ലാവരും. ഒരു മനുഷ്യനും കാണത്തില്ല വേറെ. എന്ത് നിയമം, ആർക്ക് വേണ്ടി ഇവിടെ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു? ടെന്നീസ് ക്ലബിനെ കുറിച്ച്, അതിൻ്റെ പാട്ടത്തെ സംബന്ധിച്ച് വലിയ കേസും വഴക്കുമാണ് ഒരു കാലഘട്ടത്തിൽ നടന്നത്. ഇപ്പോൾ എന്താണ് സ്ഥിതി നമുക്കറിയത്തില്ല. വിമൻസ് ക്ലബിനെ കുറിച്ച്, തിരുവനന്തപുരം വിമൻസ് ക്ലബിനെ കുറിച്ചും ചില ആക്ഷേപങ്ങൾ വന്നിരുന്നു. ഇപ്പോഴതിനെല്ലാം നിയമം വിധേയമായോ എന്നറിയില്ല. ഇതൊക്കെ സമ്പന്നന് വേണ്ടിയിട്ടാണെന്നേ. ഇവിടെ മുഖ്യമന്ത്രി നെമ്മീനെ കഴിക്കുള്ളൂ, ചാള കഴിക്കില്ല. ഉടനെ ന്യായീകരിക്കാനായിട്ട് ശിവൻകുട്ടി വന്നു. ഒരു കാര്യമില്ല, നടന്നൊരു ഫാക്റ്റല്ലേ. ഒരു സമ്പന്നന് വേണ്ടിയിട്ടാണ് ഈ സൊസൈറ്റിയെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിയമം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. തെറ്റുകൾ എല്ലാം സാധാരണക്കാർക്കുള്ളതാണ്. മറ്റവരുടെ തെറ്റുകൾ ശരികളാണ്, അത് അംഗീകരിച്ച് കൊള്ളണം. ഇത് എഴുതപ്പെടാത്ത ഒരു നിയമമാണ്. ഇത് വളരെ കഷ്ടമായ ഒരു കാര്യമാണ്. തിരിച്ചും പറയാറുണ്ട്, മുതലാളിയുടെ ഭാര്യ എത്ര പേരോടൊപ്പം പോയാലും ഇവിടെ വാർത്തയല്ല. ജീവിക്കാൻ നിവർത്തിയില്ലാത്തൊരു കോളനിയിലെ സ്ത്രീ ഒരു പുരുഷൻ്റെ കൂടെ കണ്ടാൽ നമ്മൾ അവളെ വേശ്യ എന്ന് വിളിക്കും എന്ന് ഒരു കഥയുണ്ട്. കഥയുള്ളൂ. മുതലാളിമാരെ ഭാര്യമാർ പോകുമെന്നോ അല്ലെങ്കിൽ കോളനിയിലുള്ള ആളുകൾ പോകുന്നൊന്നുമില്ല, കഥയുണ്ട്. ഇതെല്ലാം നാട്ടിൻപുറത്തെ പഴഞ്ചൊല്ലുകളാണ്. ഇവിടെ ഒരു സമ്പന്ന വിഭാഗത്തിന്, ഒരു വരേണ്യ വിഭാഗത്തിൽ, അതിലെല്ലാ ജാതിക്കാരുമുണ്ട്, എല്ലാ മതക്കാരുമുണ്ട്, എല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട്. അതാണ് തമാശ. എല്ലാ ഉദ്യോഗസ്ഥ സംവിധാനക്കാരുമുണ്ട്. അവിടെ ജാതിയും മതവും വർഗവും വർണ്ണവും ഗോത്രമൊന്നുമില്ല. പണം മാത്രം, പദവി പ്ലസ് പണം, രണ്ടും പായാണ്. പദവിയും പണവുമാണ് പ്രധാനം. അങ്ങനെ ഉള്ളവർ അറുമാദിക്കും, ബാക്കിയുള്ളവർ കണ്ടുകൊണ്ട് നിന്ന് വിലപിക്കും. ഇതാണ് മണിയമ്പിള്ള രാജുവിൻ്റെ കാര്യത്തിലും കേരളത്തിൽ സംഭവിച്ചത്. രാജു അടിയന്തരമായി വായടച്ച് നിയമത്തിന് മുന്നിൽ കീഴടങ്ങണം. ഗണേഷ് ലൈസൻസ് റദ്ദ് ചെയ്യാനുള്ള ഇത് കൊടുക്കണം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ മിസ്റ്റർ ഗണേഷ്, മണിയമ്പിള്ള രാജുവിൻ്റെ സ്ഥാനത്ത് മറ്റൊരു സെലിബ്രിറ്റിയെ, അതായത് സിനിമാ നടനല്ല, നിങ്ങളും സിനിമാ നടൻ അല്ലാത്ത വേറൊരാളായിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു ബിസിനസ് മാഗ്നറ്റോ മറ്റോ ആയിരുന്നെങ്കിൽ, അതൊരു പ്രതിപക്ഷത്തുള്ള ആളായിരുന്നെങ്കിൽ, നിങ്ങളുടെ പാർട്ടിയോ മറ്റൊന്നും ബന്ധമില്ലാത്ത ഒരാളായിരുന്നെങ്കിൽ 24 മണിക്കൂറിനകത്ത് നിങ്ങൾ ലൈസൻസ് ക്യാൻസൽ ചെയ്യില്ലായിരുന്നു. എന്നിട്ട് അതിൻ്റെ ഒരു PR വർക്കും കൂടി നിങ്ങൾ കയ്യടി കൂടെ വാങ്ങുമായിരുന്നു. എവിടെ പോയി ഗണേഷേ നിയമം? എവിടെ പോയി നമ്മുടെ സംവിധാനങ്ങൾ, നിയമവ്യവസ്ഥ ആർക്ക് വേണ്ടി? ഇത് ചോദിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ ചോദിക്കാനുള്ളത്?